അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ സഹോദരൻ, പണ്ഡിതനും വാഗ്മിയുമായ ജനാബ് അഹമ്മദ് അനസ് മൗലവി സാഹിബ്, മറ്റു സഹോദരന്മാരെ, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا. صدق الله العلي العظيم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംരംഭം ഒരു അമലു സ്വാലിഹായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ നിർവഹിക്കുവാൻ അല്ലാഹുവിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാകുവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. തികഞ്ഞ സ്നേഹസൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുവാനും ഗുണകാംക്ഷയും സത്യസന്ധതയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ആശയസംവാദത്തിൻ്റെയും ആദർശ വിനിമയത്തിൻ്റെയും ഒരു നിലവാരം കാത്തുസൂക്ഷിക്കുവാൻ, അഥവാ കുതർക്കങ്ങളുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് വഴുതി മാറിപ്പോകുവാതിരിക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തർക്കം എന്നത് ഒരു നല്ല സംഗതിയല്ല. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പരിഭാഷയിൽ നിങ്ങൾ അവരുമായി ഏറ്റവും നല്ല രീതിയിൽ തർക്കിക്കുക എന്ന് ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിലുള്ള ആശയസംവാദത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. മിറാ എന്ന് പറയുന്ന തർക്ക വാദപ്രതിവാദത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ല ഇസ്ലാം ഒരിക്കലും അഭികാമ്യമായി കരുതുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധത്തിലുള്ള കുതർക്കങ്ങളെ സംബന്ധിച്ച് ധാരാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ സാന്ദർഭികമായി ഇവിടെ അനുസ്മരിക്കുകയാണ്. രണ്ടുപേർ തർക്കിക്കുകയില്ല മൂന്നാമതായി പിശാചില്ലാതെ എന്നതാണ് അതിലൊന്ന്. മറ്റൊരു വചനമാണ്, നിങ്ങൾ സത്യം സ്ഥാപിക്കുവാൻ വേണ്ടി പോലും തർക്കത്തിലേർപ്പെടരുത് എന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിനു വേണ്ടിയാണെങ്കിൽ പോലും തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുന്നവനും ഞാനും നാളെ അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഇவ்விധമായിരിക്കും, അഥവാ വളരെ അടുപ്പത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സംഭാഷണം അതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു വിധത്തിൽ സത്യം, നാം കണ്ടെത്തിയ സത്യത്തേക്കാൾ മറ്റ് എന്തെങ്കിലും നമുക്കറിയാനുണ്ടെങ്കിൽ അതറിയുവാനുള്ള ഒരു ജാലകമായി, ഒരു ശ്രമമായി ഇതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാന്യനായ അനസ് മൗലവി കേരളത്തിലുടനീളം അറിയപ്പെടുന്ന പ്രഭാഷകനും പണ്ഡിതനുമാണ്. അദ്ദേഹം തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഈ ഉള്ളവനുമായി സംസാരിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിലും സമയം കണ്ടെത്തിയതിലും ഞാൻ അതീവ സന്തുഷ്ടനാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹവും എൻ്റെ പ്രത്യേകമായ നന്ദിയും സന്തോഷവും ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് എൻ്റെ ചില ലളിതമായ ഭാഷാപരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കുക എന്ന ഒരു അന്വേഷണമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ നമ്മളെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്.
ഇബാദത്തിൻ്റെ ഭാഷാ അർത്ഥ എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാൻ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുന്നതായിരിക്കും. അതിനു മുൻപ് എൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിലെ 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്, ബഹുമാന്യനായ അനസ് മൗലവിയുടെ സദയ അനുമതിയോടുകൂടി. ഏതാണ്ട് 35 വർഷം മുമ്പ് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേട്ടു ശീലിച്ച ഒരു ശബ്ദമാണ്, ഒരു പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പ് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കുവാനും പരിശീലിക്കുവാനും കൂടുതൽ പഠന പാരായണങ്ങളിലൂടെ കൂടുതൽ അറിയുവാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1985 ഞാൻ വിദേശത്ത് ജോലി ആവശ്യാർത്ഥം പോകുന്നതുവരെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എൻ്റെ അറിവ് ഏകദേശം ശൂന്യമായിരുന്നു, 0 ആയിരുന്നു എന്ന് പറയാവുന്നതാണ്. ആകെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരൊറ്റ വാചകം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പ്രദേശത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക നേതൃത്വത്തിൽപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിത്വം, ബഹുമാന്യനായ മർഹൂം കെ മുഹമ്മദ് ഹാജി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ മുജാഹിദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വർത്തമാനം മാത്രമാണ് എൻ്റെ 22 വയസ്സുവരെ എനിക്കുണ്ടായിരുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ്. അതായത് മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, അവർ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥം പറയുന്നില്ല, ഇബാദത്തിൻ്റെ അർത്ഥത്തിലുള്ള ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞ ഒരൊറ്റ അറിവിനപ്പുറം പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാൻ അടുത്തറിയുന്നത് വിദേശത്ത് ചെന്നതിന് ശേഷമാണ്. അതിന് മറ്റു 2 പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഞങ്ങളുടെ പ്രദേശത്ത് മുജാഹിദ് പ്രവർത്തകർ ഇല്ലായിരുന്നു എന്നതാണ്. ഏതാണ്ട് 1950 കാലഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്ത് ജമാഅത്ത് ഇസ്ലാമി രൂപമെടുത്തപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന 3-4 മുജാഹിദ് അനുഭാവികളായ ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തിൽ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. എന്തായാലും അത് കൂടാതെയുള്ള മറ്റൊരു കാരണം, മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ പെരുമറ്റം KV അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പ്രഭാഷണ വിദഗ്ധരായ പണ്ഡിതന്മാർ പാരമ്പര്യ സുന്നിധാരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ജീർണജടിലമായ വിശ്വാസപരവും ആചാരപരവുമായ അന്തരാളതകളെ അരക്കിട്ടുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രഭാഷണ പരമ്പരകൾ ഇവിടെ ദീർഘമായി വളരെയധികം നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ട് ഇസ്ലാമിലെ ഈ അന്ധവിശ്വാസങ്ങളുടെയും മാമൂലുകളുടെയും യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഇഴപിരിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് അനുപേക്ഷണീയമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ സംഗതി പഠിക്കുവാൻ കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ വിദേശത്ത് ചെന്നതിന് ശേഷം എൻ്റെ റൂംമേറ്റായി വന്നത് പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ജാറത്തിൽ സന്ദർശകരായി വരുന്ന ആളുകൾക്ക് വെളിച്ചെണ്ണ കോരി ഒഴിച്ചു കൊടുക്കുന്ന ഒരു ജീവനക്കാരൻ്റെ, മൊയ്തീൻ എന്നുപേരായ ഒരു സഹോദരൻ്റെ മകൻ, 26 വയസ്സുള്ള അലി എന്ന ചെറുപ്പക്കാരനായിരുന്നു എൻ്റെ റൂംമേറ്റ്. അദ്ദേഹവുമായി ഞാൻ നിരന്തരമായി ഇസ്ലാമിലെ തൗഹീദിനെ സംബന്ധിച്ചും ഇസ്ലാമിക സമൂഹം, പാരമ്പര്യ മുസ്ലിം സമൂഹം, ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിലെ ആളുകൾ കൊണ്ടു നടക്കുന്ന വിശ്വാസപരമായ ജീർണജടിലമായ മലിനമലീമസമായ അവരുടെ ആചാര സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി സംസാരിക്കുവാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ജാറത്തിലെ ആ ജാറം ഇരിക്കുന്ന ആ പോർഷനിൽ, ആ അര മതിൽക്കെട്ടിനകത്ത് വൈദ്യുതി പ്രവഹിക്കുകയില്ല, ലൈറ്റ് അവിടെ കത്തുകയില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ചെറുപ്പം വെച്ച് നമ്മളതിനോട് പ്രതികരിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ലീവിന് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാം, ഞാൻ അവിടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഇല്ലെങ്കിൽ ഈ ആദർശത്തിൽ നിന്ന്
ഞാൻ ഇപ്പോൾ തുടർന്നു വരുന്ന ആദർശത്തിൽ നിന്ന് ഞാൻ മാറാം എന്ന് ഒരു വെല്ലുവിളി പോലെ, വൈകുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫഅ്തു ബിസൂറത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പഹയന്മാരും ഇനി ആയത്ത് കൊണ്ടുവന്നാലോ എന്ന് കരുതി നമ്മൾ പിന്മാറുകയില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യാതിരേകത്താൽ ഞങ്ങൾ ലീവിന് നാട്ടിൽ പോകുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൗഹീദിൻ്റെ പ്രകാശം പ്രവേശിപ്പിക്കുകയും ആ മനുഷ്യൻ അദ്ദേഹം തുടർന്നു വന്നിരുന്ന, അദ്ദേഹം പേറിക്കൊണ്ടിരുന്ന ആ ജീർണ ജഡിലമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, ഒരു ചുറ്റുപാടിൽ നിന്ന് മോചിതനാവുകയും ഉണ്ടായി. ഞാൻ ഈ സംഭവം ഇവിടെ ഇപ്പോൾ അനുസ്മരിക്കുവാൻ കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരവസ്ഥ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മാറ്റിയെടുക്കുന്നതിൽ എൻ്റെ സംസാരത്തേക്കാൾ ഉപരി പങ്കുവഹിച്ച മറ്റൊരു ഘടകം കൂടിയുണ്ടായിരുന്നു. അത് മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ കുടിഞ്ഞി സ്വദേശിയായ ഒരു തയ്യൽക്കാരനായ ഒരു അഷ്റഫ് സാഹിബ്, ഒരു മുജാഹിദ് സുഹൃത്തായ, മുജാഹിദ് അനുഭാവിയായ അഷ്റഫ് എന്നെ ഏൽപ്പിച്ച മർഹൂം NP അബ്ദുൽ ഖാദർ മൗലവിയുടെ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, മാല മൗലിദ് എന്ന ക്യാസറ്റായിരുന്നു ഇത്. ഞാൻ കേട്ടപ്പോൾ വളരെ ഗംഭീരമായി എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു. അങ്ങനെ അതിശയോക്തിയില്ലാതെ പറയുകയാണെങ്കിൽ ഒരു 300 പ്രാവശ്യമെങ്കിലും ആ ക്യാസറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈയിടെ ഞാൻ ആ ക്യാസറ്റ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാലകൾ, നൂലാമാലകൾ, അതുപോലെ മറ്റു ചില പേരുകളിലുള്ള ക്യാസറ്റുകൾ ലഭ്യമാണെങ്കിലും ഈ ക്യാസറ്റ് ലഭ്യമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ ക്യാസറ്റിലൂടെ അദ്ദേഹത്തെ മാറ്റിയെടുക്കുവാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ അഷ്റഫ് സാഹിബിൻ്റെ സഹായത്തോടു കൂടി അതിനോട് ചേർത്തു പറയേണ്ട ഒരു ചരിത്ര അംശം കൂടി എൻ്റെ ജീവിതത്തിലുള്ളത് ഇതിനോട് ചേർത്ത് പറയുകയാണ്. സംഘടനാപരമായും സാങ്കേതികമായുമുള്ള ചില കാരണങ്ങളാൽ ഗൾഫിലേക്ക് ചേക്കേറിയ ഏകദേശം ആ ഒരു വ്യാഴവട്ടക്കാലം ജമാഅത്ത് ഇസ്ലാമിയുമായി സംഘടനാപരമായി ബന്ധമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള നിഷേധാത്മകമായ ഒരു പഠനത്തിന്, ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആവേശമായിരുന്നു, ഒരു പ്രവണതയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സയ്യിദ് അബുൽ അല മൗദൂദിയുടെയും KC അബ്ദുള്ള മൗലവിയുടെയും എല്ലാം കൃതികളിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രവണത എന്നിൽ ആ കാലയളവിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സൽസബീൽ, ഷബാബ് പോലെയുള്ള മാസികകൾ ഈ അഷ്റഫ് സാഹിബിൻ്റെ സഹായത്തോടെ വായിക്കുവാൻ തുടങ്ങിയതും ഇബാദത്ത് വീക്ഷണങ്ങളുടെ താരതമ്യവും അതുപോലെ തന്നെ KP മുഹമ്മദ് മൗലവിയുടെ ഇബാദത്തും ഇത്താഴത്തുമെല്ലാം ചെറിയ രീതിയിലുള്ള ഒരു വായനയിലൂടെ പോകുവാൻ ആദ്യം എനിക്ക് പ്രചോദനം ലഭിച്ചത് നേരത്തെ പറഞ്ഞ ആ ക്യാസറ്റിലൂടെ വളർന്നു വന്ന ഒരു ബന്ധമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. 10-12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മുജാഹിദുമായി പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ കാലയളവിലായിരുന്നു അന്ന് ഇറങ്ങിയ ഒരു സൽസബീലിൽ, അതിനു മുമ്പ് മസ്കറ്റിൽ വെച്ച് ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബിനെ കണ്ട ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ്. പ്രത്യേകിച്ച് നല്ല ഒരു അനുഭവമായിരുന്നു അത്. ഈ സൽസബീലിൽ ഇദ്ദേഹം ലിസാനുൽ അറബിൽ അനുസരണവുമായി ബന്ധപ്പെട്ട് ലിസാനുൽ അറബിൽ നടത്തിയ ഒരു പരാമർശം കാണാനിടയായപ്പോൾ, ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതിയ ഒരു പുസ്തകമായ ഇസ്ലാമിലെ ഇബാദത്ത്, മർഹൂം T മുഹമ്മദ് സാഹിബിൻ്റെ ഇസ്ലാമിലെ ഇബാദത്ത് എന്ന പുസ്തകത്തിൽ ലിസാനുൽ അറബിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയ ഒരു സംഗതി ചെറുതായി എൻ്റെ ഓർമ്മയിലേക്ക് വരികയും ആ പുസ്തകം ഞാൻ പിന്നീട് വാങ്ങി നോക്കുകയുമുണ്ടായി. പക്ഷേ പിന്നീട് ആ ഒരു സാഹചര്യങ്ങളുടെ ഒരു വ്യത്യാസം കൊണ്ടോ എന്തോ ആ പഠനം പിന്നീട് മുന്നോട്ട് പുരോഗമിക്കാതെ പോകുകയായിരുന്നു. പക്ഷേ നമ്മുടെ പ്രദേശത്ത് മുജാഹിദ് പ്രവർത്തകർ വന്നു തുടങ്ങുന്നതിന് മുൻപും നിസാറുമായി എനിക്ക് ഏകദേശം 5 വർഷത്തോളം ഒരു പഴക്കമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ആ കാലയളവിൽ ഈ വിഷയം കാര്യമായി ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നിസാറുമായി പല പ്രാവശ്യം സംസാരിക്കുവാൻ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി നമ്മളും ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നിസാർ ഒരു ദിവസം
എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു പശ്ചാത്തലം വിവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി പറയുന്നത്. നിസാർ എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല യൂസുഫിക്ക, ഈ ഇയ്യാക നഅ്ബുദു എന്നതിന് നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥ നിർവചനത്തിൽ ഞങ്ങൾ നിന്നെ മാത്രം അനുസരിക്കുന്നു എന്ന ഒരു അർത്ഥം എങ്ങനെയാണ് ഫിറ്റാവുക, അത് എങ്ങനെയാണ് ബുദ്ധിക്ക് യോജിക്കുക എന്ന ഒരു ചോദ്യം നിസാർ സാഹിബ് എൻ്റെ നേരെ ഉയർത്തി. അപ്പോൾ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രാഥമിക പഠനം നടത്തിയിരുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചു, ഇയ്യാക നസ്തഈൻ എന്നതിന് അർത്ഥം ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നാണല്ലോ. അപ്പോൾ സുന്നി മുസ്ലിയാക്കന്മാർ നമ്മൾ അള്ളാഹുവിനോട് മാത്രമല്ലല്ലോ സഹായം തേടുന്നത്, മറ്റു പലരോടും സഹായം തേടാറുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് സുന്നി മുസ്ലിയാക്കന്മാർ ഞങ്ങളോടും നിങ്ങളോടും ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് മറുപടി പറയുന്നത്? ആ മറുപടി അവിടെ ഫിറ്റ് ചെയ്താൽ മതി എന്ന് നിസാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ നിസാർ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് പറയാം എന്ന് നിസാർ അപ്പോൾ പറയുകയുണ്ടായി. പക്ഷേ ഈ സംഗതി ജമാഅത്തെ ഇസ്ലാമി ഇയ്യാക നഅ്ബുദു എന്നതിന് അർത്ഥം പറയുന്ന കൂട്ടത്തിൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഇയ്യാക നഅ്ബുദു ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നതിന് ഞങ്ങൾ നിന്നെ മാത്രം അനുസരിക്കുന്നു, ഞങ്ങൾ നിനക്ക് മാത്രം അടിമവേല ചെയ്യുന്നു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഈ മൂന്നർത്ഥം പറയാറുണ്ട് എന്നത് വളരെ വസ്തുനിഷ്ഠമാണ്. അത് വളരെ കൃത്യമായ ജമാഅത്ത് ഇസ്ലാമിയുടെ വാദഗതിയാണ്. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന് അനുസരിക്കപ്പെടേണ്ടവനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ഒരു വാദഗതി, ഇത് ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത് അനസ് മൗലവി ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഞാൻ അവസാനം താങ്കളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉപോത്ബലകമായ വളരെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ ലഭ്യമാണ്. പിന്നീട് എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന പല സംഗതികളും താങ്കൾ മിക്കവാറും കേട്ടിട്ടുള്ളതും അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ളതുമായിരിക്കും. ഇനി ഞാൻ പറയുന്ന പരാമർശങ്ങളിൽ താങ്കൾ കേൾക്കാത്തതും താങ്കൾക്ക് സംശയമുള്ളതുമായ വല്ല പരാമർശങ്ങളും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്താൽ അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അനുസരിക്കപ്പെടേണ്ടവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന് അർത്ഥം ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രന്ഥങ്ങളിൽ എനിക്കങ്ങനെ നോക്കിയിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഒരു അന്വേഷണമായി ഞാനിപ്പോൾ സാന്ദർഭികമായി ഇപ്പോൾ ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന് അർത്ഥം പറയുന്നിടത്ത് അനുസരണ എന്ന ഇബാദത്തിൻ്റെ അർത്ഥം അനുസരണം എന്നൊക്കെയുണ്ടോ എന്ന ഭാഷാ ചർച്ചയുടെ പ്രസക്തിയിലേക്ക്, എന്തുകൊണ്ട് ആ ഭാഷാ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്. അപ്പോൾ ലാ മഅബൂദ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്യപ്പെടുവാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഇബാദത്തിൻ്റെ അർത്ഥം ആരാധന എന്നാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന ഒരു ഹദീസുമായി ബന്ധിപ്പിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കപ്പെടുവാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഏതെങ്കിലും മുജാഹിദ് പ്രസിദ്ധീകരണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു സമം പ്രാർത്ഥിക്കപ്പെടുവാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരർത്ഥം അവർ അംഗീകരിക്കുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. അതും താങ്കളുടെ മറുപടിയിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് സംശയ നിവാരണം വരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ അങ്ങേയറ്റത്തെ നമ്മൾ അതിൻ്റെ നിർവചനം ഇങ്ങനെ അവസാനം വരെ കൊണ്ടുവന്നെത്തുമ്പോൾ അതിൻ്റെ ഒറ്റവാക്കിൽ അർത്ഥം പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുവാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല
എന്ന ഒരു അർത്ഥം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കൊടുക്കുന്നു എന്നാണ്. അത് ഇബാദത്തും ഇത്താഅത്തും എന്ന ഒരു പുസ്തകത്തിലും നോക്കിയിട്ട് അങ്ങനെ കൃത്യമായൊരു നിർവചനം നേർക്കുനേരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടോ എന്ന വിഷയം താങ്കൾ മറുപടിയിൽ ഉൾപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നിസാറുമായിട്ടുള്ള സംഭാഷണത്തിന് ഒരു തുടക്കം കുറിച്ചത്. ഇങ്ങനെ നിസാറുമായി സംസാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി മുറിഞ്ഞുപോയി. നിസാറിനോട് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സംഭാഷണത്തിലാണോ മറ്റൊരു സംഭാഷണത്തിലാണോ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ ഡയൽ ചെയ്തു, ഫോണിൽ ഡയൽ ചെയ്തുകൊണ്ട് കിട്ടിയ ആളുമായി ഒരു മിനിറ്റ് നിസാർ സംസാരിച്ചുകൊണ്ട് ഫോൺ എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അനസ് മൗലവിയായിരുന്നു അങ്ങേവശത്ത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അത്യാവശ്യം പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് ഇബാദത്തിൻ്റെ ഭാഷാർത്ഥത്തെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ ഇബാദത്തിന് ആരാധന എന്നാണ് അർത്ഥം എന്ന് അനസ് മൗലവി പറഞ്ഞു. അപ്പോൾ എല്ലാ സ്ഥലത്തും വിശുദ്ധ ഖുർആനിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏകദേശം അന്നത്തെ ഒരു 1.5 വർഷം മുമ്പുള്ള ഒരു സംഭാഷണമാണ്. എൻ്റെ ഓർമ്മയിലുള്ള ഇതാണ് ഞാൻ പറയുന്നത്. നടന്നതായി പ്രധാനപ്പെട്ട പോയിന്റുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സൂറത്തുൽ മുഅ്മിനൂനിൽ ഫഖാലു അനുഅ്മിനു ലിബശറൈനി മിസ്ലിന വഖൗമുഹുമാ ലനാ ആബിദൂൻ എന്ന ആയത്തിലെ ഇബാദത്തിന് എന്താണ് മൗലവി അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ കൃത്യമായി ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെയും ആരാധന എന്നാണ് അർത്ഥം, അവിടെയും പൂജ എന്നാണ് അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് നിസാർ അവിടെ തൊട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എനിക്ക് അനസ് മൗലവിയോട് വലിയ ബഹുമാനമുണ്ട്. കാരണം ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം സാധാരണ മുജാഹിദ് പണ്ഡിതന്മാരും പ്രവർത്തകരും പറയാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില മേഖലകളിൽ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ ഒരു കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ അതിന് അസാധാരണമായ അർത്ഥം എന്നൊക്കെയുള്ള ഒരു വിശദീകരണം പറയലാണ്. പക്ഷേ അനസ് മൗലവി അവിടെയും ആരാധന എന്ന് തന്നെ പറഞ്ഞതിൽ എനിക്ക് താങ്കളോട് നന്ദിയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി നമുക്ക് നേരിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അനസ് മൗലവി നേരത്തെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ അനസ് മൗലവി തോറ്റോടി എന്ന ഒരു അർത്ഥത്തിൽ വല്ലാഹി ഒരിക്കലും ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ സംഭാഷണം അവസാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തുടർന്ന് ഒരു പര്യവസാനത്തിൽ എത്തുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടില്ല എന്നത് നിസാറിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അത്രയും മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ കൃത്യമായിട്ടും അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കിട്ടിയത് അമ്പലപ്പടിയിലെ സലഫി മസ്ജിദ് ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ്. അപ്പോൾ എൻ്റെ പേര് യൂസുഫ്, ഞാൻ മൗലവിയുമായി 2-3 മിനിറ്റ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നിസാറിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഇബാദത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇബാദത്തിനെ പറ്റിയല്ലേ എന്ന് വെച്ചാൽ അതെ എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ CD അതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷെയ്ഖ് സാഹിബിൻ്റെ CD-യിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക് താങ്കൾ മറുപടി പറയുന്ന ഭാഗം ഞാൻ മുഴുവൻ കേട്ടു. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട് എന്ന് അനസ് മൗലവി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1ാമത്തെ ഭാഗം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം കൂടുകയായിരുന്നു. അപ്പോൾ പിന്നെ 2ാമത്തെ ഭാഗം കേൾക്കേണ്ടതില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഷെയ്ഖ് സാഹിബ് CD-യിൽ പറയുന്നത് ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥമുണ്ടെന്നാണ്. അത് സമർത്ഥിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. താങ്കളുടെ CD-യിലാകട്ടെ ഇബാദത്തിന് അനുസരണമുണ്ട് എന്ന് തന്നെയാണ് സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ അനസ് മൗലവി പറഞ്ഞു, ഉണ്ട്, അനുസരണം എന്ന അർത്ഥമുണ്ട്. ഉള്ള അർത്ഥം നമ്മൾ ഇല്ലാതാക്കുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് തന്നെയല്ലേ ഷെയ്ഖ് സാഹിബും പറയുന്നത്. അപ്പോൾ അതിന് അനസ് മൗലവി അദ്ദേഹം അതല്ല പറയുന്നത് എന്നുള്ള ഒരു മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷെ അടിമവേല, ഞാൻ അത് പറയുന്നതിന് വേണ്ടി പറഞ്ഞു, പക്ഷെ അടിമവേല എന്ന അർത്ഥമില്ല ഭാഷയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അനുസരണത്തെ സംബന്ധിച്ച് നമുക്ക് ഇൻഷാ അല്ലാ ചർച്ച ചെയ്യാം. അടിമവേലയെ സംബന്ധിച്ചാണെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീറിൽ പോലും ഭാഷയിൽ അടിമവേല എന്ന അർത്ഥമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുതിയ തഫ്സീർ ഇല്ല, ഈ പള്ളിയിൽ പുതിയ തഫ്സീർ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു,
അമാനി മൗലവി ഏത് വർഷമാണ് മരണപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ആ വർഷം അദ്ദേഹത്തിന് ഓർമ്മയിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമാനി മൗലവി മരണപ്പെട്ട വർഷം ഞാൻ ചോദിച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഞാനിവിടെ കുറിച്ചുകൊണ്ടുവന്ന ചോദ്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞതിന് വിരുദ്ധമായി ചോദ്യത്തിനിടയ്ക്ക് ചില സംശയങ്ങൾ, ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് മറ്റേ ചോദ്യത്തിലേക്ക് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്പോൾ ആ വിഷയം അതുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇബാദത്തിൻ്റെ ആ അടിമവേലയുമായി ബന്ധപ്പെട്ട് ബാക്കി ഏകദേശം അദ്ദേഹത്തിന് പ്രസംഗിക്കുന്നതിനുള്ള ഒരു സമയം വന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പിരിയുകയായിരുന്നു. അതിന് കൃത്യമായ ഒരു പര്യവസാനം അന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് സംഭാഷണത്തിൻ്റെയും ഒരു തുടർച്ച എന്ന നിലയിൽ ഈ ഭാഷയിൽ എന്ന വിഷയമാണ് വളരെ പെട്ടെന്ന്, വളരെ പ്രസക്തമായി എനിക്ക് തോന്നുന്നതും വളരെ അടിയന്തിരമായി എനിക്ക് മറുപടി കിട്ടേണ്ടതും ആ ഭാഷാ ചർച്ച. കാരണം ആ ഭാഷയിലുള്ള ചർച്ച കേവലം ഇബാദത്തിന് ഭാഷയിൽ അനുസരണം എന്ന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് അവിടെ പരിമിതപ്പെടുത്തുകയെന്നതിനു വേണ്ടിയായിരുന്നില്ല എന്നാണ് ഞാൻ വളരെ കൃത്യമായും എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൻ്റെ ആ കലിമത്ത് തൗഹീദിൻ്റെ അർത്ഥം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട, അതായത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആ ഒരു തൗഹീദിൽ പരിമിതപ്പെടുത്തുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ വളരെ ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ച് ധാരാളമായി പഠനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞുവെങ്കിലും ഞാൻ വളരെ ആവർത്തിച്ച് പറയുകയാണ്. നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് ചെന്നെത്തേണ്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവുമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരൊറ്റ പ്രസ്ഥാനമാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ, അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാനുള്ള ഒരേ ഒരു മാർഗം. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറത്ത് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു മാർഗവുമില്ല എന്ന് ഏതായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. 100% ജമാഅത്തെ ഇസ്ലാമിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മറുപടി പറയുമ്പോൾ, അതായത് ഞാനീ പറഞ്ഞ സംശയങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വളരെ വ്യക്തമായി ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഈ പ്രാർത്ഥനയിൽ പരിമിതപ്പെടുത്തിയ ഈ തൗഹീദിൻ്റെ, ഈ ലാ ഇലാഹ ഇല്ല കലിമത്ത് തൗഹീദിനെ ആരാധനാപരമായ തൗഹീദിൽ മാത്രം പരിമിതപ്പെടുത്തിയ സംഗതിക്ക് പ്രാമാണികമായ നിഘണ്ടുക്കളിലുള്ള തഫ്സീറുകളിലും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിലും തെളിവുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ അതും താങ്കളുടെ പ്രഭാഷണത്തിലും മറുപടിയിലുമെല്ലാം ഉൾപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സംഭാഷണം സംഭാഷണം ഞാൻ ഉദ്ദേശിച്ച സമയത്തിലും കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും പിന്നീട് സംസാരിക്കേണ്ടി വന്നാൽ ആ സന്ദർഭമനുസരിച്ച് വിഷയങ്ങൾ സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൃത്യമായ, ഞാൻ ആവർത്തിച്ചു പറഞ്ഞ സംഗതി, അതായത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി, കൂടുതൽ സത്യസന്ധമായി, ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള ഒരു മാർഗം ഇതല്ലാത്ത മറ്റൊരു മാർഗം ഉണ്ട് എങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിനും ഇതിൽ നിന്ന് പുറത്തേക്ക് കടന്ന് അതിൽ പ്രവർത്തിക്കുന്നതിനും മറ്റൊന്നും ഒരു ജമാഅത്ത് പ്രവർത്തകനും തടസ്സമല്ലാത്തതുപോലെ തന്നെ എനിക്കും തടസ്സമല്ല. ജമാഅത്തെ ഇസ്ലാമിയിലുള്ള വിശ്വാസം, ജമാഅത്തെ ഇസ്ലാമിയുടെ നയപരിപാടികളിലും ആദർശ ലക്ഷ്യങ്ങളിലുമുള്ള വിശ്വാസത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ പതുക്കെ പുറത്തോട്ട് കടന്നു പോകണം എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത്. എൻ്റെയും കാഴ്ചപ്പാട് അതുതന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും റബ്ബ് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا
من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാന്യരെ, എനിക്ക് മുമ്പ് ഇവിടെ ഒരു വിഷയാവതരണം നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഇത്തരമൊരു ചർച്ച രൂപപ്പെട്ടത് എന്നും അതിലേക്ക് വഴിതെളിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം അടിസ്ഥാനപരമായി 2 ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഒന്ന്, തർക്കം ഉന്നയിക്കേണ്ടതില്ല, ഏറ്റവും നല്ല നിലയിൽ സംവാദങ്ങളാവാം എന്ന്. അത് എല്ലാവരും സ്വീകരിക്കപ്പെടേണ്ട ഒരു നല്ല ഉപദേശം തന്നെയാണ്. മാത്രമല്ല, ഇത്തരമൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായി ഇവിടെ എത്തിയതിൽ അദ്ദേഹം എനിക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ആ നല്ല മനസ്സിനും തിരിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ ഒരു വിഷയമായി എടുത്തു ഉന്നയിച്ചിട്ടുള്ളത്, കേരളത്തിൽ വളരെ ശക്തമായ പരിവർത്തനത്തിനും മാറ്റത്തിനും വിധേയമായ ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുവാൻ കാരണമായ മഹത്തായ ഒരു ആദർശ പ്രസ്ഥാനം നൂറുകണക്കിന് ആളുകൾക്ക് തൗഹീദിൻ്റെ വെള്ളിവെളിച്ചം നുകർന്നു കൊടുക്കുവാനും ഷിർക്കിൻ്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി തൗഹീദിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാനും സഹായകമായി കേരളത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹമായ മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനം ഇബാദത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വീക്ഷണം തെറ്റാണെന്നും അതിനപ്പുറം ഇബാദത്തിന് മറ്റു ചില മേഖലകളുണ്ട് എന്നും വാദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയും അത്തരത്തിലുള്ള വാദഗതികളിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കാതെ താൻ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നും എനിക്ക് മുമ്പ് വിഷയം അവതരിപ്പിച്ച ചോദ്യകർത്താവ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അകപ്പെട്ടു പോയ അബദ്ധധാരണകൾ തിരുത്തുവാനും ഇബാദത്ത് എന്നത് സാങ്കേതികമായി ഉദ്ദേശിക്കുമ്പോൾ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നുമൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു ദുരുദ്ദേശവും ഇതിൻ്റെ പിന്നിലില്ല. വളരെ നിസ്സീഹത്തോടെ ഗുണകാംക്ഷയോടെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി ഇവിടെ വിഷയം അവതരിപ്പിച്ച എൻ്റെ സുഹൃത്തിനെ തെര്യപ്പെടുത്താനുണ്ട്. ഈയുള്ളവൻ ഈ ചർച്ചയ്ക്ക് ഒരുങ്ങുവാനുണ്ടായ സാഹചര്യം, ആ സാഹചര്യത്തിന് പല ഘടകങ്ങളുണ്ട് എങ്കിൽ കൂടി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നേരത്തെ അദ്ദേഹം തന്നെ വിശദീകരിച്ചതുപോലെ വകാനൂ ലനാ ആബിദൂൻ എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിലെ
ആ സൂക്തം, അതിൻ്റെ അർത്ഥം ഒരു ദിവസം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എന്ന് ചോദിക്കുകയും അവിടെ ആരാധന എന്നർത്ഥം പറയാം എന്ന് ഫോണിലൂടെ ഞാൻ മറുപടി പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ മനസ്സിൽ തെറ്റായി മനസ്സിലാക്കി വെച്ചതുകൊണ്ടാവാം ആ രൂപത്തിൽ അദ്ദേഹം തൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ പറയാത്ത ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, പൂജ എന്ന അർത്ഥം എന്ന്. ആരാധനക്ക് പൂജ എന്ന അർത്ഥം മാത്രമാണുള്ളത് എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പൂജ എന്ന അർത്ഥത്തിൽ ആരാധന അല്ലെങ്കിൽ പൂജ ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആബിദൂൻ ആരാധന ചെയ്യുന്നവരായിരുന്നു എന്ന അർത്ഥം അവിടെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കുവാൻ ഞാൻ തയ്യാറാണ്, സമർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതിനൊരുങ്ങിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഈ രൂപത്തിൽ കാനൂലന ആബിദൂൻ എന്ന ആ വാക്കിന് അർത്ഥം പറഞ്ഞതും അതുപോലെ തന്നെ പള്ളിക്കര പള്ളി ഉദ്ഘാടനത്തിന് ഒരൽപ്പസമയം വഴിയിൽ വെച്ചുകൊണ്ട് കാണാനും പരിചയപ്പെടാനും സാഹചര്യമുണ്ടായപ്പോൾ ആ ഇബാദത്ത് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്, അമാനി മൗലവി പറഞ്ഞത് എന്താണ് എന്ന് വളരെ സുദീർഘമല്ലെങ്കിൽ വളരെ ചെറിയ 2-3 മിനിറ്റ് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംസാരം നടത്തുകയും ആ സംസാരം അവസാനിപ്പിച്ച് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നേരത്തെ എനിക്ക് മുമ്പ് വിഷയം അവതരിപ്പിച്ച സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വരികയും ഇതുപോലെ ഇവിടെ യൂസുഫ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തമായ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. പല നിലക്കും അദ്ദേഹം ഞങ്ങളുമായി സംസാരിക്കാറുണ്ട്, പല നിലക്കുള്ള ആരോപണങ്ങളും ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായൊരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ അദ്ദേഹം വളരെ ശക്തമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ മൗലവി അദ്ദേഹവുമായി സംസാരിക്കാൻ തയ്യാറാവുമെങ്കിൽ അതിനുള്ള വേദി ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അത് വേഗത്തിലാകണം എന്ന് പറയുകയും 26-ാം തീയതി ഞാൻ തന്നെ ഡേറ്റ് പറയുകയും അതിൽ യൂസുഫ് സാഹിബ് സമ്മതിക്കുകയും അങ്ങനെ ഈ ചർച്ച ഇവിടെ ആരംഭിക്കുകയുമാണ്. ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചു, തർക്കം ഒരിക്കലും നമുക്ക് വേണ്ടതില്ല. മാന്യമായ സംഭാഷണങ്ങളാകാം. അദ്ദേഹം ഓതി വെച്ച ആയത്തിലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ സംവദിക്കുക, തർക്കിക്കുക എന്ന് വേണ്ട, നിങ്ങൾ സംവദിക്കുക. എന്നാൽ യൂസുഫ് സാഹിബ് പേര് വെച്ച് ഇവിടെ ഇറക്കിയ ഒരു നോട്ടീസാണ്. ഈ നോട്ടീസിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞ വാചകത്തോട് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ നേരത്തെ സൂചിപ്പിച്ച NP അബ്ദുൽ ഖാദർ മൗലവി മാത്രമല്ല, കേരളത്തിൽ ശിർക്കിൻ്റെ, ബിദ്അത്തിൻ്റെ, ഖുറാഫാത്തിൻ്റെ ആഴങ്ങളിൽ ആണ്ടുപോയ നൂറുകണക്കിന് മനുഷ്യർ, ആ മനുഷ്യർക്ക് തൗഹീദിൻ്റെ വെളിച്ചം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും റബ്ബിന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണമെന്നും അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കണമെന്നും പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരിൽ വളരെ ശക്തനായ പണ്ഡിതൻ, നമുക്കറിയാം മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ പണ്ഡിതൻ, ഷെയ്ഖ് ഇബ്നു ബാസുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന പണ്ഡിതൻ, അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഇവിടെ ഈ യൂസുഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ നോട്ടീസിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു മനുഷ്യനെ പരിചയപ്പെടുക, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സലഫി മൻഹജിൽ നിന്ന് പിഴുതുമാറ്റുകയും അള്ളാഹുവിൻ്റെ ദീനിന് പുത്തൻ ഭൗതിക വ്യാഖ്യാനം പടച്ച ഈജിപ്തിലെ അബ്ദുൾ റസാഖിൻ്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, തൻ്റെ ദീനീ വിരുദ്ധ കാഴ്ചപ്പാടുകൾക്ക് ഏറ്റവും വിലങ്ങുതടിയാവുക ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആയുഷ്കാലം മുഴുവൻ ജമാഅത്തിനെതിരെ തൂലികയേന്തി ആ ഒരൊറ്റ അജണ്ടയിന്മേൽ 10 ഒരു നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നെ അദ്ദേഹം സംശയത്തോടു കൂടി ചോദിച്ച മറ്റൊരു കാര്യം, അതെ, ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ ആരിഫ് അലി സാഹിബ് പറഞ്ഞ വാചകം, ആ വാചകം ഒന്ന് കാണിക്കാമോ എന്നാണ്. ഞാൻ പറയാം, അതും പത്രമാണ്. ഹറാമിനെ ഹലാലാക്കാവുന്ന ദർശനത്തിൻ്റെ പിൻഗാമികളാണ് ജമാഅത്തുകാർ. ആരിഫ് അലി ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ സഹോദരൻ ഇവിടെ ഉദ്ധരിച്ച അതേ വാചകം തന്നെ. ഹറാമിനെ ഹലാലാക്കാവുന്ന ദർശനത്തിൻ്റെ പിൻഗാമികളാണ് ജമാഅത്തുകാർ, ആരിഫ് അലി. അതിൻ്റെ തെളിവും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇനിയിപ്പോൾ അത് 8 അടി പിന്നെ 16 അടി മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ അടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. ഹറാമിനെ ഹലാലാക്കാവുന്ന ദർശനത്തിൻ്റെ പിൻഗാമികളാണ് ജമാഅത്തുകാർ, ആരിഫ് അലി.
പത്രത്തിൽ വന്ന വാർത്തയുടെ ടൈറ്റിൽ വാചകം തന്നെ അതാണ്. അത് ഞാൻ പത്രം എന്നത് തേജസ് എന്ന പത്രമാണ്. തേജസ് എന്ന പത്രമാണ്. മറ്റേത് മാതൃഭൂമി, ഇത് തേജസ്. അപ്പോൾ ഇത് കൃത്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അതിനെക്കുറിച്ച് അത്രയുമാണ് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് അടിസ്ഥാനപരമായി അദ്ദേഹം ഉന്നയിച്ച ചോദ്യമാണ്. ഇബാദത്തും ഇതാഅത്തും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഭാഷയിലും ഇബാദത്തിന് അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇബാദത്തും ഇതാഅത്തും എന്ന് പറഞ്ഞ ഈ പുസ്തകമാണിത്. അദ്ദേഹം ഈ പുസ്തകം തുറന്ന് ആ വാചകം ഒന്ന് കാണിച്ചു തന്നാൽ എനിക്ക് മറുപടി പറയാൻ എളുപ്പമായിരുന്നു. ഇതാണ് ഇബാദത്തും ഇതാഅത്തും എന്ന പുസ്തകം. സമർത്ഥമായ ഒരു കൈക്രിയ. അത് ഒന്ന് ബോധ്യപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങളെ കൊണ്ട് ഞാനത് അടയാളപ്പെടുത്തിയത്. പക്ഷെ നിങ്ങളത് അടയാളപ്പെടുത്തുമ്പോഴും ഞാൻ അവിടെ ഇട്ടിരുന്നൊരു മാർക്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളത് കാണുന്നുമില്ല, നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവിൽ അനിഷേധ്യമായി ഇപ്പോൾ നടന്ന തെളിവാണ്. ഇപ്പോൾ അവസാനത്തെ തെളിവെന്ന് ഇപ്പോൾ പറയാം. ഈ സമയത്ത് നടന്ന അവസാനത്തെ തെളിവ് എന്താണ് അവിടെ ഉള്ളത്? ഭാഷയിൽ എന്തിനർത്ഥമില്ല? ഇബാദത്തിന് അനുസരണമെന്ന അർത്ഥം ഇല്ല എന്നിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞത് അടയാളപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു, കേട്ടോളൂ. ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഞാൻ വായിക്കുകയാണ്, ഞാൻ മാർക്ക് ചെയ്തത്. ഇബാദത്ത് എന്ന പദത്തിൽ ഭാഷയിൽ എന്തർത്ഥമുണ്ട് എന്ന ചർച്ചയ്ക്ക് മതത്തിൽ പ്രസക്തിയില്ല. ഞാൻ അടയാളം ചെയ്ത വായിക്കുന്നത്. അള്ളാഹുവിന് മാത്രം അർപ്പിക്കാവുന്നതും മറ്റാർക്കും അർപ്പിക്കാൻ പാടില്ലാത്തതും എന്ന് പറയുന്ന ആ ഇബാദത്ത് എന്താണ്? അത് പഠിപ്പിക്കാനാണല്ലോ നാടായ നാടുകളിലെല്ലാം കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്നത്. എന്തിനാ വാചകം പറഞ്ഞത്? ഭാഷാപരമായ ചർച്ച. ആ ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിൽ എന്തർത്ഥമുണ്ട് എന്ന ചർച്ചയ്ക്ക് മതത്തിൽ പ്രസക്തിയില്ല. അള്ളാഹുവിന് മാത്രം അർപ്പിക്കാവുന്നതും മറ്റാർക്കും അർപ്പിക്കാൻ പാടില്ലാത്തതും എന്ന് പറയുന്ന ആ ഇബാദത്ത് എന്താണ്? അത് പഠിപ്പിക്കാനാണല്ലോ നാടായ നാടുകളിലെല്ലാം കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവും എടുത്തു കൊടുത്തു. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ഇബാദത്തിന് അർഹനില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് നാം വഹി അറിയിക്കാതെ ഒറ്റ പ്രവാചകനെയും നിനക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. മഹാന്മാരായ ആ പ്രവാചകന്മാർ അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഭാഷാപരമായ തർക്കവിതർക്കങ്ങൾ ഈ വിഷയത്തിൽ ഒരിക്കലും പരിഹാരമാവുന്നില്ല. അതുകൊണ്ട് ഭാഷാപരമായ ചർച്ച ഈ പുസ്തകത്തിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഭാഷാപരമായ ചർച്ച ഈ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന വാചകത്തിൻ്റെ തൊട്ടടുത്ത വാചകം എടുത്തിട്ടാണ് എൻ്റെ സഹോദരൻ ഇബാദത്തിന് ഭാഷയിൽ അർത്ഥമില്ല എന്ന് ഈ പുസ്തകത്തിൽ തെളിയിക്കാൻ പോകുന്നത്. പറഞ്ഞ വാചകം എന്താണ്? ഭാഷാപരമായ ചർച്ച പുസ്തകത്തിൽ ഒഴിവാക്കുകയാണ്. ഭാഷാപരമായ ഒരു ചർച്ച തന്നെ ഈ പുസ്തകത്തിൽ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ രൂപത്തിൽ ഭാഷയിൽ അർത്ഥമില്ല എന്ന് ഈ പുസ്തകത്തിലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്? ഭാഷാപരമായ ഒരു ചർച്ച തന്നെ ഈ പുസ്തകത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ എൻ്റെ മാർക്കുണ്ട്, നിങ്ങൾ അതിൻ്റെ ചോട്ടിലാണ് മാർക്കിട്ടത്.
അല്ല, നിങ്ങൾ അതിൻ്റെ ചോട്ടിൽ വായിക്കോട്ടെ, ഞാൻ വായിക്കാണല്ലോ, നിങ്ങൾ കാണണ്ടേ, നിങ്ങളെ ബോധ്യപ്പെടുത്തണല്ലോ. ഇനി കേട്ടോളൂ. ഇബാദത്ത് ഇല്ലില്ല, ഇടയ്ക്ക് സംസാരിക്കുക, ഞാൻ സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കണം. എനിക്ക് അതുകൊണ്ടല്ലേ വേറെ ആരെയും കേട്ടാൽ നിങ്ങൾ മാത്രം ഇരുത്തിയിരിക്കണത്, ബാക്കിയുള്ളവരൊക്കെ പുറത്തല്ലേ. നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇരുത്തിയിരിക്കണം. നിങ്ങൾ ഇടയ്ക്ക് സംസാരിക്കരുത്. ഇടയ്ക്ക് സംസാരിച്ചാൽ ഞാൻ ഇടയ്ക്ക് സംസാരിക്കും. ഓക്കെ, തീർന്നില്ല. ഇല്ല, ഇത് കഴിഞ്ഞിട്ട് നോ മിണ്ടരുത്, മിണ്ടാൻ പാടില്ല. നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി. ഇനി കേട്ടോളൂ. ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിൽ ആരാധന, അടിമവൃത്തി, അനുസരണം എന്നെല്ലാം അർത്ഥമുണ്ടെന്നും അവ മൂന്നും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലെന്നും ചെയ്താൽ ശിർക്കാണെന്നും ഒരു പക്ഷക്കാർ വാദിക്കുന്നു. ഇവിടെ എന്താ ഒരു വാദം പറഞ്ഞു? ആര്? ജമാഅത്തുകാർ എങ്ങനെ വാദിക്കുന്നുണ്ട്? ഇസ്ലാമിലെ ഇബാദത്ത് എന്ന പുസ്തകത്തിൽ നിന്ന് ഏതാനും ഉദ്ധരണികൾ കാണുക. ഇബാദത്തിന് ആരാധിക്കുക എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ എന്നും അതിനാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൻ്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധ്യൻ ഇല്ല എന്നാണെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു പക്ഷം ഇങ്ങനെയാണ്: ഇബാദത്തിന് ആരാധന എന്ന പോലെ അടിമവൃത്തി എന്നും അനുസരണമെന്നും അർത്ഥങ്ങളുണ്ട്. ഇവ മൂന്നും തൗഹീദിൽ സുപ്രധാനങ്ങളാണ്. അതിനാൽ ആരാധനക്കും അടിമവൃത്തിക്കും അനുസരണത്തിനും അവകാശിയും അർഹനുമായി ഏക അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ പൊരുൾ. ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ വാചകം കാണിച്ചു തന്നാൽ ഞാൻ മറുപടി പറയാം. ഈ പുസ്തകത്തിൽ ഇബാദത്തിന് ഭാഷാപരമായ, ഇബാദത്തിനല്ല എന്ത് സംഗതിക്കായാലും ഭാഷാപരമായ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ബഹുമാന്യനായ അനസ് മൗലവിയോട് വളരെ ഹൃദയപൂർവ്വം എനിക്കൊരു സംഗതി പറയുവാനുള്ളത്, എൻ്റെ ചോദ്യത്തിന് ദയവായി താങ്കൾ മറുപടി തരുവാനാണ് ശ്രമിക്കേണ്ടത്. അമ്പലപ്പടിയിൽ വെച്ച് ഞാൻ താങ്കളോട് ചോദിക്കുകയുണ്ടായി, ഇബാദത്ത് എന്ന പദത്തിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ, CD കണ്ട വിഷയം സൂചിപ്പിച്ചപ്പോൾ താങ്കൾ പറയുകയുണ്ടായി, ഞാൻ താങ്കളോട് പറഞ്ഞുവല്ലോ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥമുണ്ട് എന്നാണ് താങ്കളുടെ CD-യിൽ നിന്ന് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അതുതന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ താങ്കളുടെ CD-യിലെ ആ വാദഗതികൾക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടിയാണ് ഞാൻ എൻ്റെ ചോദ്യത്തിൽ ഉപോത്ബലകമായിട്ട് എടുത്തിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ് ഭാഷയിൽ അനുസരണം എന്ന് അർത്ഥമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഭാഷയിൽ അനുസരണം എൻ്റെ അവതരണത്തിലൊരു ക്രമപ്രശ്നം വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് മൗലവി നേരത്തെ പറഞ്ഞ മറ്റേ ഷംസുദ്ദീൻ പാലത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഗതിക്ക്, അതായത് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി ശുദ്ധമായ മദ്യം വിതരണം ചെയ്യണമെന്ന് സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു എന്ന് ഷംസുദ്ദീൻ പാലത്ത് പ്രസംഗിച്ചു എന്നത് ശരിയാണോ, സത്യമാണോ, അതല്ല വാസ്തവവിരുദ്ധമാണോ എന്ന ഒരു പോയിൻ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അദ്ദേഹം മഹാനായ ഇബ്നു തൈമിയയുടെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളുമൊക്കെ ഉദ്ധരിക്കുന്ന അതേ ആത്മവിശ്വാസത്തോടുകൂടി, അതേ ആവേശത്തോടുകൂടി അദ്ദേഹം മാതൃഭൂമി പത്രം ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. ഈ മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹം ചെത്തുകള്ളിനെയും തരിക്കള്ളിനെയും വേറെന്തൊക്കെയോ കുറേ കള്ളിൻ്റെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി അദ്ദേഹം വായിക്കുകയുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്ത് ശുദ്ധമായ മദ്യം വിതരണം ചെയ്യണമെന്ന് സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു എന്ന അദ്ദേഹത്തിൻ്റെ ഷംസുദ്ദീൻ പാലത്തിൻ്റെ പ്രസ്താവന സത്യമാണോ വ്യാജമാണോ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ സംഗതി, മുജാഹിദ് ബാലുശ്ശേരിയുമായി നടന്ന വിഷയം ഞാനിവിടെ പറഞ്ഞപ്പോൾ അത് മുജാഹിദ് ബാലുശ്ശേരിയോട് പോയി ചോദിക്കുക എന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമായി അതിനെ സമീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറക്കിയ നോട്ടീസിൽ ഒരുപാട് ഉദ്ധരണികൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം സത്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഉദ്ധരണികൾ ചേർത്തിട്ടുള്ളത്? ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, അതിലെല്ലാം ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള, ഞാൻ ഉപോത്ബലകമാക്കിയിട്ടുള്ള തെളിവുകൾ വളരെ കൃത്യമായി എനിക്ക് ഹാജരാക്കുവാൻ കഴിയും. അതിന് ആരോടും പോയി ചോദിക്കേണ്ടതില്ല. തന്നെയല്ല, ഞാൻ മൗലവിയെ അത് ചോദിക്കുവാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നുമില്ല. പക്ഷേ നിങ്ങൾ അത് മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിക്കുവാൻ വേണ്ടി ആ ജോലി എനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സംഗതി, ബഹുമാന്യനായ അനസ് മൗലവി അമ്പലപ്പടിയിൽ പ്രസംഗിച്ച സംഭവമാണ്. 2009 ജനുവരി 1-ാം തീയതിയിലെ
തേജസ് പത്രത്തിലെ വാർത്തയാണ് അദ്ദേഹം വായിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അമ്പലപ്പടിയിൽ അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഹറാമിനെ ഹലാലാക്കാവുന്ന ദർശനത്തിൻ്റെ പിൻഗാമികളാണ് ജമാഅത്തുകാർ. ആരിഫ് അലി എന്ന് അദ്ദേഹം ആ തേജസ് വാർത്തയെ ഉപോത്ബലകമാക്കിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നാൽ 6 മാസം മുമ്പ് ജനുവരി 11 വന്ന ആ തേജസ് വാർത്തയുടെ തൊട്ടുപിറ്റേന്ന് ജനുവരി 13 തേജസ്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ജനുവരി 13 തേജസ്സിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അനസ് മൗലവി ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമിനെ ഹലാലാക്കുന്നവർ, അതിൻ്റെ ക്യാപ്ഷനാണ് സോളിഡാരിറ്റി. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി അമീർ ടി ആരിഫ് അലി ഹറാമിനെ ഹലാലാക്കുന്ന ദർശനത്തിൻ്റെ പിൻഗാമികളാണ് ജമാഅത്തുകാർ എന്ന് പ്രസംഗിച്ചതായി ഞായറാഴ്ച പത്രത്തിൽ വന്ന വാർത്ത ശരിയല്ലെന്ന് അന്വേഷണത്തിൽ നിന്നറിയുന്നു. ഹറാമിനെ ഹലാലാക്കുന്നവർ എന്ന് പറഞ്ഞ് ചിലർ ജമാഅത്തിനെ വിമർശിക്കുന്നുണ്ട് എന്നാണ് ആരിഫ് അലി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പത്രാധിപർ 6 മാസം മുമ്പ് തേജസ് കൊടുത്ത വാസ്തവവിരുദ്ധമായ വ്യാജമായ ഒരു വെണ്ടക്ക കോളത്തിലുള്ള വാർത്ത പിറ്റേന്ന് വന്ന തിരുത്ത് ഇത്രയും മാസങ്ങളായിട്ടും അനസ് മൗലവി അറിയാതെ പോയത് സ്വാഭാവികമാകാം. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇത് വേറെ മറ്റെവിടെയെങ്കിലും ഇപ്പോൾ അമ്പലപ്പടിയിൽ പ്രസംഗിച്ചത് ജമാഅത്ത് പ്രവർത്തകനായി ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഇവിടെ ഉണ്ടായി. യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ ഞാൻ സംശയിക്കുകയല്ല, വിശ്വാസത്തിൽ സംശയിക്കുകയല്ല. പക്ഷേ ഈ 6 മാസം വരെയും തൊട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഈ തിരുത്തു വന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇനി മുതൽ അദ്ദേഹം അമ്പലപ്പടിയിൽ പ്രസംഗിച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ ആരിഫ് അലി സാഹിബ് ഹറാമിനെ ഹലാലാക്കുന്ന ദർശനത്തിൻ്റെ പിൻഗാമികളാണ് ഞങ്ങളെന്ന് ആരിഫ് അലി പ്രസംഗിച്ചു എന്ന് തെറ്റിദ്ധരിച്ച 100 കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് അത് കേട്ട ആളുകളും അല്ലെങ്കിൽ ജമാഅത്ത് പ്രവർത്തകരാണോ അനസ് മൗലവിയാണോ എന്ന് താങ്കളുടെ മനസ്സാക്ഷിയോട് മാത്രം ചോദിക്കുക എന്ന് ഞാൻ പറയുകയാണ്. താങ്കൾ മറുപടി പറഞ്ഞെടുത്ത് ഭാഷയിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് ആ പുസ്തകത്തിൽ KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി സവിസ്തരം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യവും അതുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഭാഷയിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെങ്കിൽ അമ്പലപ്പടിയിൽ വെച്ച് അനസ് മൗലവിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അനുസരണം എന്ന് ഉള്ള അർത്ഥം ഞാൻ ഇല്ലാതാക്കുന്നത് എന്തിനാണ്? അനുസരണം എന്ന അർത്ഥമുണ്ട്, പക്ഷെ ഭാഷയിൽ അടിമവേല എന്ന അർത്ഥമില്ല. ഈ ഭാഷയിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന ഒരു വലിയ ഒരു പൊതു തത്വമായി, ഒരു വലിയ സംഗതിയായി അത് കൊണ്ടു നടക്കുകയാണെങ്കിൽ തൊട്ടുടനെ വാക്ക് അനസ് മൗലവി എന്നോട് പറഞ്ഞത് ഭാഷയിൽ അടിമവേല എന്നും അർത്ഥമില്ല എന്നാണ്. അങ്ങനെ പറയേണ്ടത് എന്തിനാണ്? ഒന്ന്. മറ്റൊന്ന്, ബഹുമാന്യനായ അമാനി മൗലവി സാഹിബ് ഭാഷാർത്ഥം വിവരിച്ച കൂട്ടത്തിൽ 1967 അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഭാഷാർത്ഥം വിവരിച്ച കൂട്ടത്തിൽ അടിമവേല ചെയ്യൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടിമവേലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് അത് പറയേണ്ടത്. അവിടെയും അദ്ദേഹം ഈ ഭാഷാർത്ഥത്തിന് ഒരു പ്രസക്തി ഇല്ലെങ്കിൽ പിന്നെ 22 വർഷം കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കുവാനുണ്ട്. ഞാൻ ഈ ഭാഷാർത്ഥത്തിന് യാതൊരു പ്രസക്തിയുമില്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഭാഷാർത്ഥം അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കളേണ്ട കാര്യം എന്താ? ഭാഷയിൽ പോലും അങ്ങനെ അർത്ഥമില്ല എന്ന് പിന്നീട് പ്രത്യേകമായി എഴുതി ചേർത്തു. അനസ് മൗലവി അമ്പലപ്പടിയിൽ വെച്ച് എന്നോട് സംസാരിക്കവേ ഭാഷയിൽ അടിമവേല എന്ന് അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇതേ ഞാൻ തെളിവായി ചൂണ്ടിക്കാണിച്ച ബഹുമാന്യനായ KP മുഹമ്മദ് ബിൻ മൗലവി അങ്ങനെ മുകളിൽ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വാചകത്തിൽ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ഈ ഭാഷ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതില്ലെങ്കിൽ ഭാഷ എന്ന് എന്തിന് അവിടെ എഴുതി ചേർത്തു? രണ്ടാമത്, 1996 നവംബർ, അത് നേരത്തെ ചോദ്യത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത് തന്നെയാണ് ആ ഉദ്ധരണി, പുതിയ ഉദ്ധരണിയല്ല. സൽസബീലിൽ അദ്ദേഹം പറയുകയാണ്, ഇബാദത്തിന് ആരാധന, അനുസരണം, അടിമത്തം, ഇങ്ങനെ 3 അർത്ഥമുണ്ടെന്ന് പറഞ്ഞത് വലിയ വിവരക്കേടാണ്. തൗഹീദിൽ അത് പരിഗണിക്കണമെന്ന് പറഞ്ഞത് മഹാവിവരക്കേടാണ്.
എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് ഭാഷയിൽ ആരാധന, അനുസരണം, അടിമത്തം, ഇങ്ങനെ മൂന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര വിവരക്കേടാണ്. തൗഹീദിൽ ആ മൂന്നർത്ഥവും പരിഗണിക്കണമെന്ന് പറഞ്ഞത് മഹാവിവരക്കേടാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞത് KP മുഹമ്മദ് ബിൻ മൗലവിയുടേതും അതും അദ്ദേഹം ഭാഷാ ചർച്ച ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് വരിയിൽ ഭാഷയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ഉദ്ധരണി ഉമർ മൗലവി സാഹിബിൻ്റെതാണ്. അദ്ദേഹം പറയാണ് ഇബാദത്തിന് ആരാധന, അനുസരണം, അടിമത്തം, ഇങ്ങനെ മൂന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞത് വലിയ വിവരക്കേടാണ്. ഈ മൂന്നർത്ഥവും തൗഹീദിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞത് ഭയങ്കര വിവരക്കേടാണ്. അറബിയും അറിഞ്ഞുകൂടാ, ഇസ്ലാമിൻ്റെ തൗഹീദും അറിഞ്ഞുകൂടാ. അറബിയും അറിഞ്ഞുകൂടാ, ഇസ്ലാമിൻ്റെ തൗഹീദും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇബാദത്തിന് അനുസരണം, അടിമത്തം, ആരാധന, ഇങ്ങനെ മൂന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര വിവരക്കേടാണ് എന്ന് പറഞ്ഞത് ഭാഷാ ചർച്ചയാണത്. പിന്നീട് സാങ്കേതികത്വം, അതായത് തൗഹീദിലെ അർത്ഥം പിന്നെ പറയാണ് ഈ മൂന്നർത്ഥവും തൗഹീദിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞത് ഭയങ്കര വിവരക്കേടാണ്. അറബിയും അറിഞ്ഞുകൂടാ, ഇസ്ലാമിൻ്റെ തൗഹീദും അറിഞ്ഞുകൂടാ. അതിൻ്റെ അർത്ഥം സാമാന്യമായി ചിന്തിച്ചു നോക്കുമ്പോൾ അറബിയും അറിഞ്ഞുകൂടാ, ഇസ്ലാമിൻ്റെ തൗഹീദും അറിഞ്ഞുകൂടാ എന്നതിനർത്ഥം ഭാഷയും അറിഞ്ഞുകൂടാ, സാങ്കേതികത്വവും അറിഞ്ഞുകൂടാ എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ മറ്റൊരർത്ഥമുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ വിധത്തിൽ ഭാഷയിൽ എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ഭാഷയിൽ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥം ഉണ്ട് എന്ന് അനസ് മൗലവി പറഞ്ഞപ്പോൾ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തോളം ഭാഷയിൽ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞ ഒരു സംഗതിക്ക് മാറ്റം വന്നിരിക്കുകയാണ്. സാങ്കേതികമായി അത് വലിയൊരു ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് ഇത് പുരോഗമിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പ്രവേശിക്കാം. ഇപ്പോൾ ചോദിക്കുന്നത് വളരെ ലളിതമായ ആ ചോദ്യത്തിന് ഭാഷയിൽ മുമ്പ് അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കയറിയതാണോ, അടിമവേല ഡിക്ഷണറിയിൽ നിന്ന് മാറിയതുപോലെ അനുസരണം ഡിക്ഷണറിയിൽ കടന്നുകൂടിയതാണോ എന്ന് പറയാവുന്നതാണ്. അതിനെ സംബന്ധിച്ചും പറയാവുന്നതാണ്. അപ്പോൾ ഭാഷാ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല എന്നത് കൃത്യമായ ഒരു മറുപടിയല്ല. ഇബാദത്തിന് ഭാഷയിൽ അനുസരണം എന്ന് അർത്ഥമില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു. ആ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഉമർ മൗലവിയുടെയും ഈ തെളിവും ഉദ്ധരിച്ചുകൊണ്ട്, ഈ ഭാഷയിൽ അനുസരണം എന്ന് അർത്ഥം ഉണ്ട് എന്ന പുതിയ വ്യാഖ്യാനം, ആ ഒരു പുതിയ കണ്ടെത്തലിൻ്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാക്കി തരേണ്ടത്. വിശദീകരണത്തോടു കൂടി അത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച ഇത്രയും സമയം കൊണ്ട് പ്രത്യേകിച്ച് അഥവാ നമുക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് നിസാർ സാഹിബെല്ലാം മുൻകൈയെടുത്ത് ഈ വിധത്തിൽ കൂടുതൽ കുറച്ച് വലിയ ഗ്യാപ്പില്ലാതെ ഇത് തുടരാവുന്നതാണ് എന്ന എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇബാദത്തും ഇത്താഅത്തും എന്ന വിഷയത്തെക്കുറിച്ച് പരസ്പര ആരോഗ്യകരമായ ചർച്ചയിലൂടെ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ബഹുമാന്യ സ്നേഹിതൻ യൂസഫ് സാഹിബിനും എൻ്റെ ബഹുമാന്യ ഉസ്താദ് അഹമ്മദ് അനസ് മൗലവിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇതുപോലുള്ള ചർച്ചകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ മുന്നിട്ട് വരണമെന്ന് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം. അതിനൊരു ചെറിയൊരു തുടക്കമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും നടക്കാതെ പോയ ഒരു സംവാദം വളരെ മനോഹരമായി നടക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇൻഷാ അല്ലാഹ് സ്വാഗതാർഹമാണ്. യൂസഫ് സാഹിബിൻ്റെ ആവശ്യം സ്വാഗതാർഹമാണ്, പരിഗണിക്കുന്നതാണ്. വളരെ അധികം ഒരുപാട് ഗ്യാപ്പില്ലാതെ തന്നെ അത് നടത്താൻ ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ്. നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.